നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സമീർ റിസ്വി 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്ഷനിൽ CSK അദ്ദേഹത്തെ സ്വന്തമാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പക്ഷേ പിന്നീട് അവനെ ഒഴിവാക്കി. ആ ബിഗ് ഹിറ്റർ എന്ന പേരുള്ള താരത്തെ ഒഴിവാക്കി. എന്നാൽ DC അവൻ അവസരങ്ങൾ കൊടുത്തു. ഇന്നത്തെ ദിവസം DC LSGയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതേ സമീർ റിസ്വിയും ഒപ്പം ട്രിസ്റ്റൻ സ്റ്റെപ്സും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടാണ്. വല്ലാത്തൊരു പ്രകടനമാണ് അവർ രണ്ടുപേരും ചേർന്ന് നടത്തിയത്. റിസ്വി 47 പന്തുകൾ 5 ഫോറും 4 സിക്സറുകളും അടക്കം 70 റൺസ് എടുത്ത് പുറത്താകുന്നു. ട്രിസ്റ്റൻ സ്റ്റെപ്സ് 32 പന്തുകളിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 39 റൺസും അടിച്ചു. എന്താ ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണടോ. 26-ന് 4 എന്ന നിലയിൽ വീണ ടീമിനെയാണ് അവിടെ നിന്ന് അവർ വിജയം വരെ കൊണ്ടുപോയത്. 100-ലധികം റൺസ് അടിച്ച കൂട്ടുകെട്ട് അതേ 4 വിക്കറ്റേ അവർക്ക് ആകെ നഷ്ടമായുള്ളൂ. 145 റൺസിലേക്ക് അവർ കുതിച്ചെത്തി. 17 പന്തുകൾ ശേഷിക്കെ 6 വിക്കറ്റിന്റെ വിജയം ടീമിന് അവർ സമ്മാനിച്ചു. ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത LSG നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാക്കിയില്ല. 18.4 ഓവറുകളിൽ 141 റൺസിന് ഓൾ ഔട്ടായിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ വിക്കറ്റുകൾ ചറപറ വീഴുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് അവരുടെ ഇന്നിങ്സിൻ്റെ അവസാനത്തിലൊക്കെ കുറച്ചുകൂടി നല്ല സ്കോറിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. അത് സംഭവിച്ചില്ല. മിച്ചൽ മാർഷ് 28 പന്തിൽ നിന്ന് 35 റൺസ് അടിച്ചപ്പോൾ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 7, ഈഡൻ മർക്രം 11, ബഡോനി, ഡക്ക്, പൂറൻ 8 ഇങ്ങനെ വിക്കറ്റുകൾ തുരുതുര വീണുപോയി. മറുഭാഗത്ത് സമദിൻ്റെ ഒരു മികച്ച പ്രകടനമുണ്ടായിരുന്നു. 25 പന്തുകൾ 3 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 36 റൺസ് അടിച്ചു. അദ്ദേഹമാണ് അവരുടെ ടോപ്പ് സ്കോറർ. ചൗധരി 14 റൺസ് അടിച്ചപ്പോൾ ഷഹബാസ് അഹമ്മദിനെ അവർ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ഇറക്കി. 16 പന്തിൽ നിന്ന് 15 റൺസ്. ഷമി 1, നോർക്കിയ ഡക്ക്, അതുപോലെ മോസിൻ ഖാൻ ഡക്ക്. അങ്ങനെ അവരുടെ ഇന്നിങ്സ് 20 ഓവർ പൂർത്തിയാക്കാതെ അവസാനിച്ചു 141 റൺസിന്. 3 വിക്കറ്റുകൾ വീതം ലുങ്കി എങ്കിഡിയും T നടരാജനും പിക്ക് ചെയ്തു. എങ്കിഡി 3.4 ഓവറുകളിൽ 27 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ നടരാജൻ 4 ഓവറിൽ 29 റൺസിന് 3 വിക്കറ്റ് എടുത്തു. കുൽദീപും മികവ് കാട്ടി 4 ഓവറിൽ 31 റൺസിന് 2 വിക്കറ്റ്. അങ്ങനെ വിജയിക്കാൻ വേണ്ട 142 എന്ന ടാർഗറ്റിൽ ബാറ്റ് വീശിയ ഡൽഹി ക്യാപിറ്റൽസിന് വൻ പ്രഹരമേൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിക്കറ്റുകൾ ചറപറ വീണു. തുടക്കത്തിൽ ആദ്യം പുറത്താകുന്നത് KL രാഹുലാണ്. ആദ്യ ബോളിൽ തന്നെ ഗോൾഡൻ ഡക്കായിട്ട് അദ്ദേഹം മടങ്ങി. പതുന്നി സാങ്ക 5 പന്തുകൾ 1 റൺസ്. അങ്ങനെ വിക്കറ്റുകൾ വീഴുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ നിതീഷ് റാണ 17 പന്തുകൾ നേരിട്ട് 15 റൺസുമായിട്ട് മടങ്ങിപ്പോയി. പിന്നെ ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ഗോൾഡൻ ഡക്കായി. വിക്കറ്റുകൾ വീണ് 26-ന് 4 എന്ന നിലയിലേക്ക് അവരെത്തിയിരുന്നു. അവിടെ നിന്നാണ് ഈ മാസ്മരിക് ഇന്നിങ്സ് വന്നത്. റിസ്വി 47 പന്തുകൾ 5 ഫോറും 4 സിക്സും അടക്കം 70 റൺസ് അടിച്ച് പുറത്താകുന്നപ്പോൾ സ്റ്റെപ്സ് 32 പന്തുകളിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 39 റൺസ് അടിച്ചു. അതേസമയം നിരവധി എക്സ്ട്രാസാണ് LSG വിട്ടുകൊടുത്തത്. 16 വൈഡുകളും 4 ലെഗ് ബൈസും അടക്കം 20 എക്സ്ട്രാസ് എന്ന് പറയുമ്പോൾ അതവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ഏതായാലും വമ്പൻ പോരാട്ട വീര്യം കാഴ്ചവെച്ച റിസ്വിയാണ് ഈ കളിയിലെ താരം. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.